അതായത് ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെ അങ്ങനെ ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ നാടും കാടും ചേരുന്ന ബോർഡർ ഉണ്ടല്ലോ, അതായത് വന്യജീവികൾ നമ്മുടെ നാട്ടിലൂടെ വീട്ടിലൂടെ മുന്നിലൂടെ ഇങ്ങനെ വരൂലേ, അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ, കാടിൻ്റെ നാടിൻ്റെ ബോർഡർ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്നിട്ട് ഇന്ന് നമുക്ക് ഏതെങ്കിലും വൈൽഡ് അനിമൽ സൈറ്റിങ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. പക്ഷെ വിചാരിച്ചതിലും കാട്ടിൽ നല്ലൊരു സൈറ്റിങ്ങാണ് കിട്ടിയത്. അത് വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയുണ്ട് നിങ്ങളെ നാട് കാണാം. കാട്ടിൽ പോയി ഫോട്ടോ എടുത്ത് വരുന്ന പരിപാടി അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, ഞാൻ കാളപ്പൂട്ട് നടത്തുന്നല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. പക്ഷേ ഫോട്ടോഗ്രാഫിനോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടായൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഇഷ്ടപ്പെട്ട ജോലിയല്ലേ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിലുള്ള കഷ്ടങ്ങൾ നമ്മൾ അറിയില്ല. ഓ ഏതാ ഡയലോഗ്. ഞങ്ങളിവിടെ വന്ന് നിർത്തിയപ്പോൾ തന്നെ ഞങ്ങളോട് ചേച്ചി ചോദിച്ചു എവിടുന്നാണ് വരുന്നത്, എന്തിനാണ് വന്നതെന്ന്. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആളുകളാണ്, അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ നാട് നല്ല നാടാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് നിന്നാൽ മതി പറഞ്ഞ് സപ്പോർട്ട് ചെയ്തോട്ടോ. കാരണം നമ്മളെ കൊണ്ട് കാടിനും നാടിനും യാതൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ള അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത്. ഞാനിതാ കണ്ടില്ലേ വലിയ വലിയ ക്യാമറ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത്, വല്ല ബേർഡ്സും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ കാര്യമായിട്ട് വന്നത് ബേർഡ് ഫോട്ടോഗ്രാഫിക്കായിട്ടാട്ടോ വന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ ഇടയിൽ ഒരു ചേച്ചി വന്ന് പറഞ്ഞത്, മക്കളെ ഇവിടെ ഒരു 6 മണിയാകുമ്പോൾ ആനകളൊക്കെ വരുന്നു. എന്നാൽ പിന്നെ അതിനെ കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിച്ചു. കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പോൾ നിന്നിട്ട് ആനേനെ കണ്ടിട്ട് പോകുമെന്ന് വിചാരിച്ചു, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ചെയ്യുന്ന പണി മര്യാദയ്ക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുൾ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ നിങ്ങൾ, ഈ നിൽക്കുന്ന സ്ഥലം നാട്ടുമ്പുറത്താണ് കേട്ടോ. ഇതിൻ്റെ നേരെ മുന്നിൽ കാണുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് കാടാണ്. അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അവരവരുടെ പശുവൊക്കെ മേയ്ക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പശുവും കന്നുകാലികളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അത് ഫോറസ്റ്റ് ഏരിയയുടെ തുടക്കമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരെ ആനകളൊക്കെ വരുന്ന ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ ഈ സ്ഥലം എവിടെയെന്ന് ഞാൻ ശരിക്കും പരിചയപ്പെടുത്തുന്നില്ല കേട്ടോ, നമ്മളായിട്ട് ഈ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്നാണ്. നമ്മൾ നാട്ടുമ്പുറത്തുള്ള കാടുകളിലേക്കല്ല, ഏത് കാട്ടിലേക്ക് പോയാലും എവിടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ നമ്മൾ പോയി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അവിടെ പോവാം. അപ്പോൾ നിങ്ങൾ കറങ്ങാൻ വേണ്ടിയിട്ട് എവിടെ പോയാലും അവിടെ ഏത് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ തിരിച്ചു വരണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം നമുക്കും തിരിച്ചു പോകാനുള്ളതല്ല അങ്ങോട്ട്. അതൊക്കെ ആന മറിച്ചിട്ടതാ, ആ തെങ്ങുകളൊക്കെ മുള്ളമന്നിയോ? അതെ, ആ അതെ. പന തള്ളിയിട്ടായോ? എവിടെ? ഓ, പന മറിച്ചു കഴിഞ്ഞാൽ പിന്നെ പടക്കിട്ടാലും ആള് പോവില്ല. ആ ചക്കക്കാലായി കഴിഞ്ഞാൽ ആനകൾ വരും. അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല അല്ലേ? ഈ തെങ്ങ് മറിച്ചതൊക്കെ ആനെ അവര് ആ കാട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വീട്ടിന് മുന്നിൽ കൂടെ ഒക്കെ പോകൂലേ? ഓ, ആ നിൽക്കുന്ന സ്ഥലം ഫുള്ള് തന്നെയാണല്ലേ. എനിക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും ആരും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേർഡ്സിന്റെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആനയുടെ പ്രസൻസും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. എന്നാൽ പിന്നെ പരിപാടി ഓഫാക്കിയിട്ട് പോകാന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഇതെന്താ നേരെ മുന്നിൽ ആന ഇങ്ങനെ വരുന്നത്. സംഗതി ഒറ്റ ഒരു ആന, ഒരു കുട്ടി ആന എന്ന് ഞങ്ങൾ വിചാരിച്ചത്. സംഗതി വലിയ പ്രായമൊന്നുമില്ല, ഒരു കുട്ടി ആനയാണിത്, ഫീമെയിലാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ആളുടെ കളർ കണ്ടില്ല നിങ്ങൾ, നല്ല ഭംഗിയുള്ള ഒരു ആന. അപ്പോൾ കുറച്ച് നേരം ആൾ നിന്ന് തന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. പിന്നെ ആളൊരു പോസൊക്കെ തന്നല്ലോ എൻ്റെ മൊത്തേ, നിങ്ങളത് കാണണം, ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരുന്നു. സംഗതി വേറെ ഒന്നല്ല, ആൾ നല്ല ഞങ്ങളോട് ചൂടായി. കാരണം എന്താണെന്നറിയോ, പോകാൻ നേരത്താണ് ആന വന്നത്, അതുകൊണ്ട് ട്രൈപോഡ് എടുക്കാൻ പറഞ്ഞു. ആൾക്ക് ഞങ്ങളെ സ്മെല്ല് കിട്ടിയെന്ന് തോന്നുന്നു, ആളൊന്നും ചൂടായി.
അല്ല, എത്ര എളുപ്പത്തിൽ ആന കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ ക്യാമറ കൂടെ നോക്കുന്നത് വിട്ടിട്ട് ഞാൻ നേരെ ആനനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ളതല്ലേ. അപ്പം ഞാൻ വേറൊരു സംഭവം മറന്നുണ്ട്. സംഗതി എന്താണെന്നറിയോ, ഇതാ പോകണു ക്യാമറ മോളിക്ക്. സംഗതി ഞാൻ ആനനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ മാറിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ അതാണ്ടില്ല, ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വേറൊന്ന് മനസ്സിലാക്കിയത്, ഒരു ആന അല്ല രണ്ടെണ്ണം ഉണ്ടെന്ന്. ഇന്ന് അതിൻ്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട്. കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ട് ഒരു ചെവി ഇങ്ങനെ ആടുന്നുണ്ട് നിങ്ങൾ. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവർ എടുത്തു നമ്മൾ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. ആനനെ കണ്ട ബേജാറിൽ ഞാൻ ട്രൈപ്പോഡ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കയ്യിലാണ് ഇങ്ങനെ എടുക്കുന്നത്. സൂം ലെൻസ് കൈ കൊണ്ട് എടുക്കുന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. അതിങ്ങനെ ഷെയ്ക്കായിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും പരമാവധി ഞാൻ ട്രൈ ചെയ്താണ്. എന്നാലും ചെറിയ ഷെയ്ക്കൊക്കെ ഉണ്ടായി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ആനല്ലേ. പക്ഷെ നമുക്ക് ആനനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആള് നമ്മളുടെ പ്രസൻസ് മനസ്സിലാക്കിയത് കൊണ്ട് കുറേ നേരം നിന്നില്ല. അപ്പം മെല്ലെ അങ്ങനെ കാട്ടിക്ക് ആൾ ഉള്ളിൽ കയറി പോയിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന് മുന്നത്തുള്ള ക്ലിപ്പില്ലാത്തതുകൊണ്ട് വാങ്ങിയിട്ടിരിക്കുക കേട്ടോ, വേറൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോയിൽ വീണ്ടും കാണാം. സോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇൻ കേസ് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പോകണം. കാരണം നമ്മൾ ഈ ഇവിടെ വന്നിട്ട് ആർക്കും ഇവിടെ ഏതോ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതേപോലെ നിങ്ങളും പോകുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയിട്ട് വരിക കേട്ടോ. സോ ടാറ്റ ബൈ. അടുത്തൊരു സൂപ്പർ വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യണം. മറക്കാതെ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.